കഴിഞ്ഞ ദിവസം വലിയൊരു വാർത്തയുണ്ടായിരുന്നു, സിബിൽ സ്കോർ മോശമായതുകൊണ്ട് ഒരു കല്യാണം മുടങ്ങിയെന്ന്. അപ്പോൾ ഒരു കല്യാണവും ഈ ഒരു കാര്യം കൊണ്ട് മുടങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പെട്ടെന്നൊരു വീഡിയോ ചെയ്യുന്നത്. ഈ സിബിൽ സ്കോർ എന്ന് പറയുന്നത് ക്രെഡിറ്റ് ഇൻഫർമേഷൻ ബ്യൂറോ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി നമുക്ക് തരുന്ന 300-നും 900-നും ഇടയ്ക്കുള്ള ഒരു നമ്പറാണ്. ഈ 300 എന്നൊക്കെ പറയുന്നത് വളരെ മോശമാണ്, 900 എന്നൊക്കെ പറയുന്നത് ഏറ്റവും അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് നല്ല ഒരു ലോൺ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 750-ന് മേളിലെങ്കിലും ഈ ഒരു സ്കോർ വേണം. 750-ന് മേളിലുണ്ടെങ്കിൽ നമുക്ക് നല്ല ലോൺ നല്ല ഇൻട്രസ്റ്റ് റേറ്റിൽ കിട്ടും. 750-ൽ താഴെയാണെങ്കിൽ ലോൺ കിട്ടാനുള്ള സാധ്യതകൾ കുറവാണ്. ഇനി കിട്ടിയാൽ തന്നെ ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും. അപ്പോൾ നല്ലൊരു സിബിൽ സ്കോർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. ഒന്ന്, നമ്മുടെ എടുത്തേക്കുന്ന ലോണിൻ്റെ EMIയുടെ റീപേയ്മെൻറ്റ്, ക്രെഡിറ്റ് കാർഡിൻ്റെ റീപേയ്മെൻറ്റ്, ക്രെഡിറ്റ് കാർഡിൽ വന്നിരിക്കുന്ന മിസ്സലേനിയസ് ആയിട്ടുള്ള ചാർജസ്, ഇതെല്ലാം കറക്റ്റ് സമയത്ത് തന്നെ നമ്മൾ അടച്ചു തീർക്കുക. രണ്ടാമത്തെ പോയിന്റ്, നമുക്ക് കിട്ടിയിരിക്കുന്ന ക്രെഡിറ്റ് ലിമിറ്റിൻ്റെ ഒരു 30-40 അല്ലെങ്കിൽ പരമാവധി 50% മാത്രം നമ്മൾ ഉപയോഗിക്കുക. 3, നമ്മൾ അടുപ്പിച്ച് മൾട്ടിപ്പിൾ ലോൺസിന് അപ്ലൈ ചെയ്യുന്നത് ഒഴിവാക്കുക. കാര്യം ഇതിൽ ഏതെങ്കിലും ഒരു ലോൺ റിജക്റ്റ് ആയി കഴിഞ്ഞാലും നമ്മുടെ സ്കോർ താഴത്തേക്ക് വരും. 4, നമ്മൾ ആർക്കെങ്കിലും വേണ്ടി ഒരു ലോണിന് ഗ്യാരണ്ടി നിൽക്കുമ്പോൾ അവർ ആ ലോൺ കറക്റ്റ് ടൈമിന് അടച്ചു തീർക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. കാര്യം അവരത് അടച്ചില്ല എന്നുണ്ടെങ്കിലും നമ്മളുടെ സ്കോർ താഴത്തേക്ക് വരും. അപ്പോൾ ഇതൊന്ന് സമ്മറൈസ് ചെയ്യാനായിട്ട് 750-ക്ക് മേളിലുള്ള ഒരു സിബിൽ സ്കോറാണ് നമുക്ക് വേണ്ടത്. വർഷാവർഷം ഒരു സിബിൽ സ്കോറിൻ്റെ ചെക്ക് ചെയ്യുക. അപ്പം ഇതെല്ലാം കറക്റ്റാക്കി കല്യാണമൊന്നും മുടങ്ങാതെ നല്ല അടിപൊളി ഒരു ഫിനാൻഷ്യൽ ഫ്യൂച്ചർ എൻജോയ് ചെയ്യുക.